ആദ്യമായി ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പേപ്പർ അവതരിപ്പിക്കുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ അറബ് കൾച്ചർ സെൻ്ററിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MH ഇല്യാസ് സാറാണ്. വളരെ ആദരപൂർവ്വം ഈ സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരു വേദിയിലെ പ്രസംഗിക്കുന്ന ആളുകളുടെ ഇടയിൽ അവസാനത്തെ പ്രസംഗകനാവുക അല്ലെങ്കിൽ ഒടുവിലത്തെ 2-3 പ്രസംഗകരാവുക എന്ന് പറയുന്ന ഒരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. കാരണം ഏതാണ്ട് ഒഴിഞ്ഞ സദസ്സും കേൾക്കാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു, ഓരോ അനുനിമിഷം ശുഷ്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ ഞാൻ എൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നു. ഞാൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഇതിൻ്റെ എന്തൊക്കെ വിവക്ഷകളുണ്ട് നമുക്കറിയാം. വിദ്യാഭ്യാസം പല രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന ഒന്നാണ്. പലരും പറയാറുണ്ട് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ അറിവ് നേടുന്നു, സംസ്കാരം നേടുന്നു, പണം നേടുന്നു. അങ്ങനെ പല രീതിയിൽ വിവക്ഷിക്കാവുന്ന ഒരു സങ്കല്പമാണ് വിദ്യാഭ്യാസം. നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാട്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് 2 രീതിയിൽ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ഒന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞ സ്ത്രീയും പുരുഷനും അടക്കമുള്ള എല്ലാവരുടെയും ബൗദ്ധികവും സാംസ്കാരികവും മതപരവുമായ വികാസം, മതപരം എന്ന് പറയുന്നതിന് ഊന്നൽ കൊടുക്കുന്നു. വികാസത്തിന് ഉതകുന്ന ഒരു സമ്പ്രദായമായിരിക്കണം വിദ്യാഭ്യാസം. രണ്ടാമത്, അതിന് ഘടകവിരുദ്ധമായിട്ട് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വിപണിക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ഫ്രണ്ട്ലി എഡ്യൂക്കേഷൻ. ഇപ്പം നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഒരു വിപണിക്ക് വേണ്ടി നമുക്ക് ആളുകളെ സജ്ജമാക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പേരിട്ട് വിളിച്ചിരുന്ന ഇന്ത്യയിലെ ഇന്ന് ആ വകുപ്പിനെ വിളിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് എന്നല്ല, മറിച്ച് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, മാനവിക വിഭവ വികസന വകുപ്പ് എന്ന് പറയുന്നത്. അപ്പം മാനവിക വിഭവം വികസിപ്പിക്കൽ മാത്രമാണ് എഡ്യൂക്കേഷൻ. അങ്ങനെ പരിമിതപ്പെടുത്തിയിട്ടുള്ളൊരു സങ്കല്പമായിട്ട് എഡ്യൂക്കേഷൻ. നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊക്കെ ആ വകുപ്പിനെ വിളിച്ചിരുന്നത്, നൂറുൽ ഹസനായിരുന്നു അന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു നെഹ്റുവിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി. അവരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിമാരായിരുന്നു. മറിച്ച് ഇന്ന് ആ സങ്കല്പത്തെ ചുരുക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന് അതിൻ്റെ വ്യാപ്തി കുറച്ചുകൊണ്ട് നമ്മളൊക്കെ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഈ ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വിദ്യാഭ്യാസത്തിനെ സമീപിക്കുന്നത്. എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന വേദി എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അത് പറയാൻ പറ്റുന്നൊരു വേദിയാണ്. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ വികസനത്തിൽ മനുഷ്യനെ മനസ്സിലാക്കിയിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക, മാനുഷിക ബുദ്ധിപരമായും സാംസ്കാരികപരമായും മതപരമായ വികാസത്തിന് വേണ്ടി ഉതകുന്ന വിദ്യാഭ്യാസം കൊടുത്ത ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ നയിച്ചിരുന്ന ഒരുപാട് മഹാൻ രഥന്മാരുടെ മുമ്പിൽ, അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നിന്നുകൂടെയാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു വേദി അതിനുപയോഗിക്കുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ബുദ്ധിപരമായ വികാസത്തിന് തുടക്കം കുറിച്ച പല പല സംഘടനകളും വ്യക്തികളും ആശയങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുകയാണെങ്കിൽ നമ്മുടെ ജ്ഞാനനിർമ്മാണം, അറിവിൻ്റെ നിർമ്മാണം, ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യമേ തന്നെ പറയട്ടെ, രണ്ടാമത് പറഞ്ഞ കാര്യമല്ല, അത് മാനവ വിഭവ വികസന ശേഷിയല്ല വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ജ്ഞാനം, അറിവ്, സംസ്കാരം ഇവയൊക്കെ നിർമ്മാണമാണ്. ഈ നിർമ്മാണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ അനുവദിച്ച വേദിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആ ഒരു സന്തോഷത്തോടു കൂടി ഞാൻ തുടരുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ ഞാനതിനെ ഒന്നുകൂടെ ഒരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ജ്ഞാന നിർമ്മാണത്തിൻ്റെ, അറിവിൻ്റെ നിർമ്മാണത്തിൻ്റെ പല ഘട്ടങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജ്ഞാന നിർമ്മാണം, അറിവിൻ്റെ ഉൽപ്പാദനം നടന്നിട്ടുള്ള 2 പ്രധാന ഘട്ടങ്ങളായി തിരിക്കാം നമുക്ക്. ഒന്ന്, നമ്മുടെ പൂർവികർ, പ്രത്യേകിച്ച് കേരളത്തിൽ വന്ന ആദ്യ കാലഘട്ടത്തിലുള്ള അതായത് മിഡീവിയൽ പീരീഡിലും ഏർലി മോഡേൺ പീരീഡിലുമായിട്ട് വന്നിട്ടുള്ള അറബ് സഞ്ചാരികൾ, ഇവരാണ് ശരിക്കും ജ്ഞാന നിർമ്മാണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം നമുക്ക് കാട്ടിത്തരുന്നത്. അവർ കൊണ്ടുവരുന്ന പല രീതിയിലുള്ള, നമുക്ക് പലതും അനിസ്ലാമികമായിരിക്കാം, പലതും നമുക്ക് ചേരാതെയായിരിക്കാം, പക്ഷേ
സമുദ്ര വ്യാപാരം കൊണ്ടുവരുന്ന ഒരു ജ്ഞാനമുണ്ട്. കോമ്പസ് നമുക്കറിയാം. നമ്മൾ നോക്കുന്ന വടക്ക് നോക്കിയ യന്ത്രം, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വടക്ക് നോക്കിയ യന്ത്രം, ഇത് കൊണ്ടുവരുന്നത് അറബിക സഞ്ചാരികളാണ്. ഇബ്നു മാജിദ് എന്ന് പറയുന്ന അദ്ദേഹമാണ് കണ്ടുപിടിച്ചതെന്ന് നമ്മളിന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരുപാട് പുതിയ സാങ്കേതിക നൂതനമായിട്ടുള്ള സാങ്കേതിക ശാസ്ത്രവിധികൾ നമ്മളെ പഠിപ്പിച്ചതും പല കാര്യങ്ങളും നമ്മുടെ മതപരമായ അറിവുകൾ അന്ന് നമുക്ക് പല രീതിയിലും അതിനെ കാണേണ്ടി വരും. ചിലപ്പോൾ അത് അനിസ്ലാമികമായിരിക്കാം. പക്ഷെ എല്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ ആ രീതിയിൽ ഈ കടൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു ജ്ഞാന നിർമ്മാണത്തിന്റെ ഘട്ടത്തിലാണ് നടക്കുന്നത്. ഈ ഘട്ടം കഴിഞ്ഞു. അടുത്ത ഘട്ടം വരുന്നത് ഒരു പുതിയ മുസ്ലിം ഐഡന്റിറ്റി, പുതിയ മുസ്ലിം സ്വത്വ നിർമ്മാണം, ഇസ്ലാം ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ട് അതേ സൂചനകളോടെ കൃത്യമായിട്ടൊരു ആധുനിക മുസ്ലിം എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നിർമ്മിച്ചെടുക്കാനുള്ള രണ്ടാം ഘട്ടമുണ്ട്. ആ ഘട്ടമാണ് ഞാനിപ്പോൾ ഊന്നൽ നൽകുന്നത്. കാരണം ആ ഘട്ടത്തിൽ പ്രത്യേക പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ വേദിയാണിത്. നമുക്കറിയാം ആ സമയത്ത് നടന്ന ഒരു ജ്ഞാനനിർമ്മാണത്തെക്കുറിച്ച് ഇന്ന് വളരെ വ്യത്യസ്തമായ പലതരത്തിലുള്ള ചിന്തകളും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇത് പലരും പറയാറ് യൂറോ കേന്ദ്രീകൃതം. പലപ്പോഴും നമ്മൾ പറയണം നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം യൂറോപ്പിനെ അനുകരിച്ചുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സംഘടനകളാണ്. അവർ പഴമയെ, ട്രഡീഷൻ, പാരമ്പര്യത്തെ നിരാകരിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണെന്നാണ്. ഞാൻ ചെറിയൊരു അതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് യൂറോ കേന്ദ്രീകൃതമാണെന്ന് പറയുന്ന ഒരു തെറ്റായ കാര്യമാണ്. കാരണം നമ്മുടെ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ പ്രചരിച്ചിരുന്ന പഠിപ്പിച്ചിരുന്ന നമ്മുടെ അറബിക് കോളേജുകളിലും മതപാഠശാലകളിലും ഒക്കെ പഠിപ്പിച്ചിരുന്ന അറിവ് ഏതു തരത്തിലുള്ള അറിവായിരുന്നു? ഇവിടെ പ്രചരിച്ചിരുന്ന പുസ്തകങ്ങൾ എന്തായിരുന്നു? ഇവിടെ വളർത്തിയിരുന്ന ചിന്തകൾ എന്തായിരുന്നു? ഇതിനൊന്നും യൂറോപ്പുമായിട്ട് ബന്ധമില്ല. നമുക്കറിയാം സലഫി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇവിടെ പ്രചരിപ്പിച്ച സംഗതികളെല്ലാം ഒന്നുകിൽ ഈജിപ്തിൽ നിന്നോ, അതല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്നോ, അതല്ലെങ്കിൽ യമനിൽ നിന്നോ ഒക്കെ വന്നിട്ടുള്ള ആശയഗതികളും ചിന്തകളുമാണ്. ഇതിന് യൂറോപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് ഒരു പ്രധാന വാദം വരുന്നത്, പ്രധാനമായിട്ട് ഇതിനെ ഒരു പ്രശ്നവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ജ്ഞാനനിർമ്മാണത്തെ, അതായത് നവോത്ഥാന കാലഘട്ടത്തിലുണ്ടായിരുന്ന ജ്ഞാനനിർമ്മാണത്തെ പ്രശ്നവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ശത്രുക്കൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇത്. യൂറോപ്പിനെ മോഡൽ ചെയ്തുകൊണ്ട്, യൂറോപ്പിനെ ഒരു പ്രധാനപ്പെട്ട റെഫറൻസ് പോയിന്റായിട്ട് കണ്ടുകൊണ്ട്, മാതൃകയാക്കി കണ്ടുകൊണ്ട് ആണ് ഇവിടെ ജ്ഞാനനിർമ്മാണം നടന്നതെന്ന് പറയുന്നു. അങ്ങനെയല്ല തീർച്ചയായിട്ടും. രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് കേരളത്തിന് വിദ്യാഭ്യാസം തന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന്. കേരളത്തിന് ആധുനിക വിദ്യാഭ്യാസം നൽകിയത് ബ്രിട്ടീഷുകാരും ക്രിസ്ത്യൻ മിഷണറിമാരുമാണെന്നൊരു തെറ്റിദ്ധാരണ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരക്കുന്നുണ്ട്. നമ്മളൊക്കെ വിശ്വസിക്കുന്നു ബ്രിട്ടീഷുകാരാണ് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്, അവർ സഹായിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ് കേരളത്തിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചിരുന്നത്. അല്ല, മറിച്ച് ഇവിടെ ഉയർന്നു വരുന്ന നവോത്ഥാന കാലഘട്ടത്തിലുണ്ടായ പ്രത്യേക ഊന്നൽ, വിദ്യാഭ്യാസത്തിനും അറിവിൻ്റെ നിർമ്മാണത്തിനും ജ്ഞാനത്തിൻ്റെ ഉൽപ്പാദനത്തിനുണ്ടായ പ്രത്യേക ഊന്നലാണ് നമ്മുടെ ഇന്ന് കാണുന്ന, നമ്മളൊക്കെ ഇരിക്കുന്ന അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന പല സ്ഥാപനങ്ങളും, ഫറൂഖ് കോളേജ് അടക്കം, പുളിക്കൽ മദീനത്തുൽ ഇസ്ലാം അടക്കം, നമ്മുടെ ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന അടക്കം എല്ലാ സ്ഥാപനങ്ങളിലെയും ഒരു പ്രത്യേക സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള, അവിടെ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയുടെ തെക്ക് ഭാഗം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ഒരു സ്ഥലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ ഇത്തരം മതസ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവരാണ് പുതിയ അവബോധം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഫറൂഖ് കോളേജ് മുസ്ലിം സമുദായത്തിലുണ്ടാക്കിയ ഒരു സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അരീക്കോട് പോലത്തെ പ്രദേശങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പുളിക്കൽ പോലത്തെ, നമ്മൾ നിൽക്കുന്ന പുളിക്കൽ പോലത്തെ സ്ഥലങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇവിടെയൊന്നും ക്രിസ്ത്യൻ മിഷണറിമാർക്കോ അതല്ലെങ്കിൽ ബ്രിട്ടീഷ് യൂറോ കേന്ദ്രീകൃതമായ ഒരു അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾക്കോ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അവിടെ തീർച്ചയായിട്ടും ഓത്തുപള്ളികൾ എന്ന് പറയുന്ന സംഗതികൾ മാറ്റി പുതിയ ഭൗതിക വിദ്യാഭ്യാസത്തിനും മതവിദ്യാഭ്യാസത്തിനും
ഊന്നൽ കൊടുത്തു. തീർച്ചയായിട്ടും മതവിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ, എങ്കിലും അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പിടിച്ചുയർത്തിയ ഒരു സ്ഥാപനങ്ങളാണ് തീർച്ചയായിട്ടും ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ അടിത്തറ. അത് മലബാർ, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ മറ്റ് മതവിഭാഗങ്ങളിലേക്കും ഈ സ്ഥാപനങ്ങളുടെ സ്വാധീനം എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടാമത്തെ ഒരു മിഥ്യയും കൂടി പൊളിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ കാര്യം പറയുന്നത്. 3, അന്ന് നടന്നിട്ടുള്ള ശാസ്ത്രീയ ചർച്ചകൾ. ശാസ്ത്രം പലരും ഇപ്പോൾ നമുക്ക് പൊതുവെ പല ഇസ്ലാമിക പണ്ഡിതരും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ശാസ്ത്രം അതേപടി അംഗീകരിക്കാമോ? ഞാൻ തീർച്ചയായിട്ടും ശാസ്ത്രത്തെ ആ രീതിയിൽ അംഗീകരിക്കുന്ന ഒരാളല്ല. ശാസ്ത്രത്തിൻ്റെ വികാസത്തെ നോക്കിക്കാണുകയും അത് ഉൽപ്പാദിപ്പിക്കുന്ന ടെക്നോളജി, സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന, ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. വാട്സപ്പ് ആയാലും ന്യൂ മീഡിയ ടെക്നോളജി ആയാലും മറ്റ് ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ അതിന് ഔന്നിത്യം, അപ്രമാദിത്യം, ഇത് നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെ നമ്മുടെ മതവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്താറുണ്ട്. പലപ്പോഴും ഭൂമി ഉരുണ്ടതാണെന്ന് പറയുമ്പോൾ അപ്പോൾ പണ്ഡിതന്മാരെല്ലാം പറയും അത് ഖുർആനിൽ പറഞ്ഞിട്ടെന്ന് പറയും. ഭൂമി പരന്നാണെന്ന് 10 വർഷം കഴിയുമ്പോൾ ആൾക്കാർ പറയും അതും ഖുർആനിൽ പറഞ്ഞിട്ടെന്ന് പറയും. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് ആപേക്ഷികമാക്കുകയാണ്. നമ്മൾ ഒരു പരമമായ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ശാസ്ത്രം പോലെ നമ്മൾ അതിനെ തുല്യപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രവും ഇതിനെയും, ഖുർആൻ എന്ന് പറയുന്ന വ്യത്യസ്തമായ ഒരു ശാസ്ത്രം, അത് തന്നെ ഒരു ശാസ്ത്രമാണ്. അത് ഒരു ശാസ്ത്ര ചിന്തകളെ പ്രചരിപ്പിക്കാൻ ഉതകുന്ന ഒരു ബൃഹത് ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൻ്റെ ഒരു മൂല്യം മറച്ചു വച്ചുകൊണ്ട് ഇന്നോ നാളെയോ മാറുന്ന ശാസ്ത്രത്തെ ഒരു പ്രധാന മാതൃകയായിട്ട് നമ്മൾ അതിന് തുല്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ അറിവ് നിർമ്മാണത്തിൻ്റെ ഒരു പ്രത്യേക തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഖുർആനിൽ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്നോളജി, എല്ലാ തരത്തിലുള്ള സംഗതികളെയും ഖുർആനിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിശദീകരിക്കാൻ കഴിയും. എന്തിനു നമ്മളപ്പോൾ മോഡേൺ ശാസ്ത്രത്തെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഊഹങ്ങളുടെയും അസംഷൻസിൻ്റെയൊക്കെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശാസ്ത്രത്തെ നമ്മൾ എന്തിനു മുറുകെ പിടിക്കണം? അതിനെന്തിനു നമ്മുടെ മതം പറയുന്ന വലിയൊരു ശാസ്ത്രം, മതം നൽകിയ വലിയ ശാസ്ത്രത്തെ നിരാകരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ചോദ്യമുണ്ട്. ഞാനെങ്കിലും ഈ ഒരു ചർച്ച തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ടത് വക്കം മൗലവി പോലുള്ള ആളുകളാണ്. അവരന്ന് ഈ ഒരു കാര്യം, ഞാൻ പറയുന്ന കാര്യം എത്രയോ വർഷം മുമ്പ് വക്കം മൗലവി പറഞ്ഞൊരു കാര്യമാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഈ ചർച്ച വന്നപ്പോൾ ഒരു ഷിയ പണ്ഡിതനുണ്ട്, അബ്ദുൽ കരീം സരോഷ് എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതനുണ്ട്, ഇറാനിലുള്ളൊരു പണ്ഡിതനാണ്. അദ്ദേഹം ഇത് വളരെ വലിയ കാര്യമായിട്ട് അവതരിപ്പിച്ചിരുന്നു ഈ പറഞ്ഞ കാര്യം. ഞാൻ മതവും ശാസ്ത്രവും എന്ന് പറയുന്ന വക്കം മൗലവിയുടെ ഒരു പുസ്തകത്തിൽ എത്രയോ കാലം മുമ്പ് നമ്മളൊക്കെ വായിച്ചൊരു സംഭവമാണത്. എത്രയോ ക്രാന്തദർശിത്വം നിറഞ്ഞ ഒരു വാക്കുകളാണ് വക്കം മൗലവി അന്ന് ഉപയോഗിച്ചിരുന്നത്. അപ്പം അത്തരം ഒരു തരം ശാസ്ത്ര നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക. അത്തരം ബോധം നമുക്കറിയാം. നമുക്ക് ഈ യുക്തി എങ്ങനെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അതിന് ഇപ്പോൾ നമ്മുടെ ട്രഡീഷൻസായിട്ട് അങ്ങനെ ബന്ധപ്പെടുത്തി അക്കൽ നക്കൽ എന്ന് പറയുന്ന ദ്വന്ദ്ം എങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അപ്പം അത്തരം സംഗതികൾ നമുക്ക് മനസ്സിലാക്കാവുന്ന തരത്തിലും ഉൾക്കൊള്ളാൻ കരുതുന്ന തരത്തിലൊക്കെ നമുക്ക് മതം അനുശാസിക്കുമ്പോൾ നമ്മൾ എന്തിനും മറ്റു ശാസ്ത്രത്തെ ഏറ്റെടുക്കണം. അതിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് ഉദ്ഘോഷിക്കണം, അതൊരു കാര്യം. മറ്റൊരു കാര്യം, സലഫി പ്രസ്ഥാനത്തെക്കുറിച്ച് പൊതുവിൽ ഞാനൊരു വിദ്യാഭ്യാസ പ്രവർത്തകനും അധ്യാപകനുമായതുകൊണ്ട് രാഷ്ട്രീയക്കാർ സംസാരിക്കുന്ന പോലെ അത്യുച്ചത്തിലോ അതല്ലെങ്കിൽ അതിഘോരമായിട്ട് സംസാരിക്കണം, മറിച്ച് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു ക്ലാസ് എടുക്കുന്ന പോലെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ വരാം. അത് പൊറുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന്, സലഫി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഞാനിപ്പോൾ ഒരു 5-6 വർഷങ്ങളായിട്ട് എൻ്റെ ഒരു പരിമിതി വെച്ചുകൊണ്ട്, ചില അറിവിൻ്റെ പരിമിതി വെച്ചുകൊണ്ട് സലഫി പ്രസ്ഥാനത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പലപ്പോഴും നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു കാര്യം, ഇന്നലെ ഞാൻ അക്ബർ സാഹിബായിട്ട് സംസാരിച്ചപ്പോൾ ഇത് വീണ്ടും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒന്നുകൂടി പറയാണ്, സലഫി പ്രസ്ഥാനം കേരളത്തിൽ ഒരുപാട് തരത്തിൽ അതിനൊരു വ്യത്യസ്തമായൊരു രീതി, നമ്മളതുകൊണ്ട് മറ്റ് സലഫി പ്രസ്ഥാനം വ്യത്യസ്തമാവുന്നതല്ല പറയുന്നു, മറിച്ച് ഒരു തരത്തിലുള്ള ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സലഫി പ്രസ്ഥാനത്തിന് കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം, നമ്മൾ പൊതുവെ ആളുകൾ ഭീകരവാദികളെന്നും ലിറ്ററലിസ്റ്റുകളെന്നും പ്യൂരിറ്റനിസ്റ്റുകളെന്നൊക്കെ പറഞ്ഞ് ഒതുക്കിക്കളയാറ് പലപ്പോഴും ചർച്ചകളെ. അല്ലെങ്കിൽ സലഫി വിത്ത് എ കലാഷ്നിക്കോഫ് എന്നാണ്
ഒലിവർ റോയ് പോലത്തെ സ്ട്രാറ്റജിക് സ്റ്റഡീസിൻ്റെ ആളുകൾ പറയുന്നത്. സലഫി വിത്ത് എ കലാഷ്നിക്കോവ്. കലാഷ്നിക്കോവ് നമുക്കറിയാം, തോക്ക്, AK-47 നിൽക്കുന്ന ഒരു സലഫിയെ കുറിച്ചാണ് ഇവരൊക്കെ പറയുന്നത്. ഞാനും പറഞ്ഞു, ഞാൻ പലപ്പോഴും പല സെമിനാറുകളിലും യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയും, ഞാൻ വരുന്ന സ്ഥലത്ത് സലഫി പ്രസ്ഥാനം അങ്ങനെയല്ല. അത് വലിയൊരു, എൻ്റെ നാട്ടിൽ സലഫി പ്രസ്ഥാനത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ അതിൻ്റെ ഒരു ഞാൻ വിദ്യാഭ്യാസം ചെയ്ത ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പഠിച്ച സ്ഥാപനങ്ങളിൽ, ഒരു പ്രത്യേക സമയത്ത് പഠിച്ച സ്ഥാപനങ്ങളെല്ലാം സലഫി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണത്, ഒരു ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നം ഒരു തരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് എല്ലാത്തരം തെളിവുകളോടും കൂടി പറയാം, സലഫി പ്രസ്ഥാനം എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു പ്രസ്ഥാനം തന്നെയാണ് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരു സ്വാധീനമാണ് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതൊരിക്കലും തീവ്രവാദികളുടെയോ അല്ലെങ്കിൽ ഒരിക്കലും മറ്റേ പ്യൂരിറ്റാനിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ മറ്റേ സെക്ടേറിയൻ ചിന്ത മാത്രം വളർത്തുന്ന, വിഭാഗീയ ചിന്ത വളർത്തുന്ന ആളുകളല്ല അതിന് പല ധാരകളും ഉണ്ടായിരുന്നു കേരളത്തിൽ. വളരെ വ്യത്യസ്തമായിട്ട് നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്ന സലഫിസ പ്രസ്ഥാനങ്ങൾക്കുള്ള പല ധാരകളും നമ്മൾ ഒരു തലത്തിൽ ഒരു പ്രത്യേക ഘട്ടങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ ജമിയത്തുൽ ഉലമയുടെ മുമ്പുള്ള ഘട്ടമായാലും ശേഷമുള്ള ഘട്ടമായാലും പിന്നെ ഗൾഫ് പ്രവാസത്തിൻ്റെ സമയത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല ഘട്ടങ്ങളും പല ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പക്ഷേ ഒരു തരത്തിലുള്ള ഒരു ദൗത്യം നിർവഹിക്കാൻ ഈ പലതല ചിന്തകളിലും പലപ്പോഴും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരു ദൗത്യം നിർവഹിക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിലും സംസ്കാര നിർമ്മാണത്തിലും വലിയൊരു പങ്ക് വഹിക്കാൻ ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വാസത്തോടെയാണ് എനിക്കൊന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഞാൻ അതിൻ്റെ ഒരു ഫലം പറ്റുന്ന ഒരാളെ കൂടിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും വിദ്യാഭ്യാസ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രം നമ്മൾ സലഫി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതായത് മത ഇതരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളൂ. മറിച്ച് നമ്മുടെ ഇത് സമയം അനുവദിക്കുമെന്നറിയില്ല എങ്കിൽ പോലും ഞാൻ സ്വാതന്ത്ര്യമെടുത്തുകൊണ്ട് സമയം കവർന്നെടുത്തുകൊണ്ട് തന്നെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായും ക്ഷമിക്കുക. നമ്മുടെ സാമ്പത്തിക ചരിത്രം എടുത്തു നോക്കാം. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ സാമ്പത്തിക ചരിത്രം എടുത്തു നോക്കാം. അത് എങ്ങനെ വ്യത്യസ്തമാകുന്നു? നമ്മൾ ഒരു കാലഘട്ടത്തിൽ കച്ചവടക്കാരായിരുന്നു, പ്രത്യേകിച്ച് കടൽ കച്ചവടം, കടൽ വ്യാപാരം നടത്തുന്ന ആളുകളെ നമ്മൾ പൂർവികർ. ആ ഒരു കച്ചവടത്തിന് വലിയൊരു ശോഷണം നടക്കുകയും അത് മുരടിച്ചു പോവുകയും പിന്നെ ഗതി കിട്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സലഫി പ്രസ്ഥാനം പോലത്തെ. ഞാൻ സലഫി പ്രസ്ഥാനം കച്ചവടക്കാരുടെ പ്രസ്ഥാനത്തിലല്ല പറയുന്നത്, മറിച്ച് ഒരു സാമ്പത്തിക ഉന്നമനത്തിന് അത് കേരളത്തിൽ എല്ലാ തരത്തിലും എല്ലാ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ഈ ഒരു സാമ്പത്തിക അടിസ്ഥാനം നവോത്ഥാനത്തിനുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇന്ന് നമ്മൾ കാണുന്ന വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന SNDP എന്ന പ്രസ്ഥാനം കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനിന്നും രജിസ്ട്രേഷൻ ഒരു കമ്പനിയാണ്, ഫാക്ടറിയാണ് ഇന്നും ആ രജിസ്ട്രേഷൻ. ഒരു അത്ഭുതമുള്ള സംഭവം. നമ്മൾ പലപ്പോഴും അത് പല രീതിയിലൊക്കെ പല മാറ്റങ്ങളും ട്രസ്റ്റുകളൊക്കെ SN ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അതിന് ഒരു അടിസ്ഥാന രൂപം എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. അതുപോലെ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന, നമുക്കറിയാം, യോഗക്ഷേമ സഭ നടത്തുന്നൊരു പത്രമുണ്ട്. ഈ പത്രം തുടങ്ങുന്നതിന് എത്രയോ വർഷം മുമ്പ് നമ്പൂതിരിമാർ കുറി തുടങ്ങിയിരുന്നു. യോഗക്ഷേമ കുറി എന്ന് പറയുന്നൊരു കുറി ഉണ്ടായിരുന്നു. അതിലെല്ലാ ആളുകളും ഈ നമ്മുടെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു അടിസ്ഥാനം നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം, ഒരു സാമ്പത്തിക അടിസ്ഥാനം പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു കുലത്തൊഴിലാളിലെ കച്ചവടത്തിന് നമ്മളൊരു എന്ന് വെച്ചാൽ അതിനെ നേരിട്ട് നമ്മൾ പങ്കെടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല പറഞ്ഞു. മറിച്ച് ഇപ്പോൾ നമുക്കറിയാം ഓരോ ചർച്ചകളാണ്. ആദ്യത്തെ ചർച്ച മതിലകം ബാങ്ക് എന്ന് പറയുന്ന ചർച്ചയായിരുന്നു. ബാങ്കിനെ കുറിച്ചുള്ള സിദി സാഹിബും മുഹമ്മദ് റഹ്മാൻ സാഹിബും തമ്മിൽ വലിയൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഡെവലപ്മെന്റലിസം, ഒരു സാമ്പത്തിക ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ സാമ്പത്തികമായ ഉന്നമനത്തിന് വഴി തെളിയിച്ച ചില ചർച്ചകൾ പലപ്പോഴും ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ച തീർച്ചയായിട്ടും ആ സാമ്പത്തിക ചരിത്ര ഒരു പ്രത്യേക ഘട്ടത്തിലെ ഒരു ഊന്നൽ പലപ്പോഴും ഇത്തരം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അത് നേരിട്ടാണോ നേരിട്ടല്ലെങ്കിൽ പോലും ഇന്നും അത് ആ രീതിയിലൊരു കച്ചവടം എന്ന് പറയുന്നത് സന്തോഷം കുളിർമയുള്ള സംഗതിയാണ്. നമ്മുടെ കുലത്തൊഴിലാണത്.
അതിനൊരു തരത്തിൽ ഇന്നും നമുക്ക് ആ ഒരു ഹലാലായ രീതിയിലുള്ള കച്ചവടം നടത്താനുള്ള ഒരു സംഭവം നമുക്കിന്നും സലഫി പ്രസ്ഥാനങ്ങളുടെ ഞാൻ പറഞ്ഞ അതിന് വെച്ചാൽ ഒരു ആധുനിക കച്ചവടം, അത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു സലഫി പ്രസ്ഥാനങ്ങളുടെ ഒരു ഉൽപ്പന്നമാണത്. പിന്നെ മൂന്നാമത് രാഷ്ട്രീയത്തിൽ നമ്മൾ സലഫി മോഡൽ എങ്ങനെ പരിശോധിക്കാം. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ അതിന് പരിശോധിക്കേണ്ട ഏറ്റവും നല്ല ഒരു സംഘടന ലീഗാണ്. അതിന് പരിശോധിക്കേണ്ട ആദ്യത്തെ 1-2 ആളുകൾ സീതി സാഹിബും സലഫി ആശയക്കാരായിട്ടുള്ള സീതി സാഹിബും CHO ഒക്കെ തന്നെയാണ്. കുറിപ്പൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. അതായത് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം ഒരു പ്രത്യേക ഉദാഹരണത്തിലൂടെ കാര്യത്തിലേക്ക് കടക്കാം. 1979 എന്ന് പറയുന്ന ഒരു വർഷം, ഈ ഒരു വർഷം ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ നടക്കുന്ന സംഭവമായിരുന്നു. ഇന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഗതി, അതിന് തുടക്കം കുറിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് 1979 നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ അത് ഇറാനിയൻ വിപ്ലവമായിരുന്നു. അങ്ങനെ ലോകത്തെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച അതിൻ്റെ ഒരു തരത്തിലുള്ള റെസ്പോൺസസ് ലോകത്തെല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. ലോകത്തെല്ലാ ഭാഗത്തും പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് വലിയൊരു ഫോഴ്സായി മാറുകയാണ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ഈ ഇറാനിയൻ റവല്യൂഷൻ വലിയ മുന്നേറ്റത്തിൻ്റെതായിട്ട് കാണുമ്പോൾ, മറുഭാഗത്ത് തകർന്നടിഞ്ഞു വീണ അഫ്ഗാനിലെ ജനത, സോവിയറ്റ് അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് അടിഞ്ഞു വീണ ജനതയാണ്. ഈ രണ്ട് ദ്വന്ദ്ം, ഒന്ന് വിജയത്തിൻ്റെയും മറ്റത് അല്ലെങ്കിൽ ആഹ്ലാദത്തിൻ്റെയും മറ്റത് തകർച്ചയുടെയും ദ്വന്ദ്ം, ഇതിനും പുറമേ ഒരു സംഭവം ആണ് ഇസ്ലാം വിവക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊടുത്തൊരു പ്രസ്ഥാനം ഇവിടെ ലീഗാണ്. കാരണം 1979 CH മുഹമ്മദ് കോയ വ്യത്യസ്തമായ രാഷ്ട്രീയത്തിലൂടെ സലഫി പ്രസ്ഥാനങ്ങളുടെ സ്വാധീനത്താൽ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയം, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണം, സലഫി പ്രസ്ഥാനങ്ങളുടെ സ്വാധീനത്തിൽ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ മോഡലിനെ ഉപജീവിച്ചുകൊണ്ട് ആദ്യമായിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി വരുന്നു, മുസ്ലിം മുഖ്യമന്ത്രി വരുന്നു. അത് വലിയ നേട്ടമാണ്. ആ നേട്ടത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഈ സലഫി പ്രസ്ഥാനത്തിനുള്ളതാണ്. അപ്പോൾ ഒരു മോഡൽ, രാഷ്ട്രീയ മോഡൽ. അപ്പം ഞാനിത് മത ഇതരമായിട്ടുള്ള ചില അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും അത് സലഫി പ്രവർത്തകർ അംഗീകരിക്കുമെന്ന് എൻ്റെ വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അറിവിൻ്റെ ഉൽപ്പാദനത്തെ അതിനെ ബലപ്പെടുത്തിയ പല ടെക്സ്റ്റുകൾ, പല കൃതികൾ, പ്രത്യേകിച്ച് ആത്മകഥകളും ജീവചരിത്രങ്ങളും എന്ന് പറയുന്നത്, ഞാൻ അതിന് മറ്റ് മത ഉത്ബോധനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പല കൃതികളും നമ്മൾ അതേപോലെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് എൻ്റെ ഒരു സൂക്ഷ്മ പരിശോധന, ഞാൻ ഒരു ചരിത്ര സാമൂഹ്യ ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ളതിൽ ഞാൻ കാണുന്ന ചില സംഗതികളുണ്ട്. ഞാൻ ഒരു ബയോഗ്രഫി, ഒരു ജീവചരിത്രം, ഒരു ആത്മകഥയുമാണ് ഞാൻ ഇതിലെടുക്കുന്നത്. ഒന്ന് KM മൗലവിയുടെ ജീവചരിത്രം, KK അബ്ദുൽ കരീം എഴുതിയത്. 2 നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഉമർ മൗലവിയുടെ ആത്മകഥ. ഈ 2 പുസ്തകങ്ങൾ എടുത്ത് നോക്കുമ്പോൾ, ഞാൻ അടുത്ത കാലത്ത് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് പരിശോധിച്ച ഒരു പുസ്തകമാണ് ഓർമ്മകളുടെ തീരത്ത് എന്ന് പറയുന്ന ഉമർ മൗലവിയുടെ അതിനൊരു സുഖം നൽകുന്നൊരു വായനയുണ്ട്. പക്ഷെ അതിനപ്പുറം പോകുന്ന ചില ചിന്തകൾ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ മുള പൊട്ടുന്ന ചില ചിന്തകളുണ്ട്. അത് കാരണം ഒരു വലിയ ചരിത്ര ആഖ്യാനമാണത്. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിനൊന്നുകൂടി വായിച്ചു നോക്കുക. ഞാനൊരു 1-2 ഉദാഹരണങ്ങൾ പറയാം. അതിലൊരു ഉദാഹരണം എന്ന് പറയുന്നത് ലോകത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ഒരു തരത്തിലുള്ള ഒരു ചരിത്ര വികാസ ഘട്ടത്തിന് ഇത് കാര്യമാണ്. എന്ന് വെച്ചാൽ അത് നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം വരുന്ന കാലഘട്ടത്തിൽ ആദ്യം അതിൻ്റെ ആളുകളായിട്ടുള്ള പ്രധാനപ്പെട്ട ആളാണ് ഹാജി സാഹിബ് മൗലാന മൗദൂദിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഉമർ മൗലവിയുടെ ജീവചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട ഒരു പരാമർശമുള്ളത്, ഹാജി സാഹിബ് പത്താൻകോട് പോയിട്ട്
മൗലാന മൗദൂദിയെ കാണുന്നുണ്ട്. അങ്ങനെ അതിൽ ആകർഷണമായിട്ട് പുള്ളി തിരിച്ചു വരുന്നു. ഹാജി സാഹിബ് തിരിച്ചു വരുമ്പോൾ പലരും അതിൽ പലതരത്തിലുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഇത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ കെ എം മൗലവി ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം എന്താണെന്ന് അറിയാത്ത രീതിയിൽ മൗദൂദിയിൽ ആകർഷണനാവുന്നുണ്ട്. മൗദൂദിനെ കുറിച്ച് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ മൗദൂദി എഴുതിയ പുസ്തകങ്ങൾ ഉറുദുവിൽ, മൗദൂദിക്ക് വലിയ അറബി ഭാഷ പ്രാവീണ്യം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി ഉറുദുവിലാണ്. അപ്പോൾ ഉറുദു ഭാഷയിലുള്ള മൗദൂദിയുടെ ഗ്രന്ഥങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് അറബിയിലേക്കും മലയാളത്തിലേക്കും. ഈ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കൃതികളാണ് പുള്ളി വേറെ തരത്തിൽ അന്നത്തെ സ്കോളർലി റിലേഷൻഷിപ്പ്, ഒരു തരത്തിലുള്ള നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതെത്തുന്നത് ഈജിപ്തിലാണ്. അവിടുത്തെ ആളുകൾ ആദ്യമായിട്ട് ഇക്വാനികൾ, പ്രത്യേകിച്ച് അതായത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആളുകൾ ആദ്യമായിട്ട് മൗദൂദിയെ വായിക്കുന്നത് കെ എം മൗലവിയിലൂടെയാണ്. ഇതൊരു ചരിത്ര സത്യമാണത്. ഈ സത്യം അത് ചരിത്രത്തിൻ്റെ പ്രത്യേക ഘട്ടം ആണത്. ആ ഘട്ടത്തെ നമ്മൾ മനസ്സിലാക്കി തന്നത് ഈ പുസ്തകമാണ്. നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അത് സത്യത്തിൽ. അപ്പോൾ അത്തരം ചില ചരിത്ര സത്യങ്ങളെ പറഞ്ഞു തരുന്നത്, അത് പിൽക്കാലത്ത് കെ എം മൗലവി ആ പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ചരിത്ര മുഹൂർത്തമുണ്ട് അവിടെ. നേരിട്ട് ഈജിപ്തിൽ നിന്ന് ആരും മൗദൂദിയെ വായിച്ചിട്ടുള്ള അക്കാലത്ത് മൗദൂദി വായിക്കപ്പെട്ടത് കേരളത്തിലെ ഒരു പണ്ഡിതരിലൂടെയാണ് വായിക്കപ്പെട്ടത്. അങ്ങനെ പല പല കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് വായിക്കാവുന്ന പല ചരിത്രഘട്ടങ്ങളുമുള്ള ഒരു പുസ്തകമാണ് ഓർമ്മകളുടെ തീരത്ത്. ഇത്തരം പുസ്തകങ്ങൾ, ഇത്തരം ഒരു അറിവിൻ്റെ ഉൽപ്പാദനത്തിന് പ്രതിനിധീകരിച്ചെന്ന ചില പുസ്തകങ്ങൾ ഈ കാലത്ത് രചിക്കപ്പെടുകയുണ്ടായിരുന്നു. ഇതൊരു സലഫി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഞാൻ അവതരിപ്പിക്കുന്ന പേപ്പറിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ പ്രസക്തി എന്താണ്? ഇപ്പോൾ ഈ സലഫി ഒരു ധാരയിൽ ആകർഷക ആളുകൾ ഉയർത്തി കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഒരു തരത്തിൽ ഇന്ന് ഒരു പ്രോമിനൻസ് കിട്ടി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എങ്ങനെ അതിൻ്റെ ഒരു ഇന്നത്തെ അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് അത് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ പറയാൻ വരാൻ കാരണം, ഇസ്ലാമിക പഠനം എന്ന് പറയുന്ന ഒരു ശാഖ, ഈ ശാഖ അന്ന് ധൈര്യപൂർവ്വം നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ച പോലെ അറബിക് ഭാഷയ്ക്ക് കൊടുത്ത അതേപോലത്തെ ഒരു പ്രാധാന്യം ഇസ്ലാമിക പഠനത്തിന് കൊടുത്തിരുന്നു. അത് പലപ്പോഴും സെക്കുലർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഒരു ഭാഗമായിട്ട് തന്നെ പഠിപ്പിച്ചിരുന്നു. പെട്ടെന്ന് നമുക്ക് ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മളൊരു കൂടുതൽ മതേതരമാവുകയും സെക്കുലർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വാശി പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ഇസ്ലാമിക പഠനം പലപ്പോഴും ഒരു മോശപ്പെട്ട സംഗതിയായിട്ട് പല യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളും കോളേജുകളൊക്കെ ഏറ്റവും മോശപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. എവിടെയും അഡ്മിഷൻ കിട്ടാത്ത ഒരു പ്രത്യേക വിഭാഗം വിദ്യാർത്ഥികളാണ് ഇസ്ലാമിക് സ്റ്റഡീസോ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കാൻ വന്നിരുന്നത്. ഇപ്പം അടുത്ത കാലത്ത് വരെയും അങ്ങനെ ട്രെൻഡ് ആയിരുന്നു. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഒരു പ്രത്യേക മുന്നേറ്റം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡിസിപ്ലിൻ നടക്കുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും മുമ്പിലും സൂചിപ്പിക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം കേരളത്തിലെ ഏതാണ്ട് 1000-ഓളം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട് കേരള മുസ്ലിങ്ങളെക്കുറിച്ചും ആഗോള മുസ്ലിങ്ങളെക്കുറിച്ചും, ഇന്ന് ഞാൻ ഇവിടെ വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം സലഫി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കുന്ന ഈ മുജാഹിദ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. തൻവീർ എന്ന് പറയുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ അടുത്ത കാലത്ത് വായിച്ചൊരു പുസ്തകം ഗ്ലോബൽ സലഫിസ് എന്ന് പറയുന്ന റോയൽ മീജറിൻ്റെ ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന് ഞാനൊരു റിവ്യൂ എഴുതി. ആ റിവ്യൂ വായിച്ചിട്ട് ഒരുപാട് പേര് ചീത്ത പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ അയച്ചു. അപ്പം ഞാൻ ആലോചിച്ചു, നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു മോഡലുണ്ട്, ഈ മോഡൽ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന നല്ല മോഡലാണ്, ഈ മോഡൽ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് എഴുതിക്കൂടാ, നമുക്ക് റിസർച്ച് ചെയ്തുകൂടാ, ഗവേഷണ പ്രബന്ധങ്ങൾ രചിച്ചുകൂടാ എന്നുള്ളൊരു ആലോചനയിൽ ഞാൻ അന്വേഷണം തുടങ്ങി. അപ്പോൾ അത് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ, തനിവരോട് പഠിച്ചിരുന്ന അല്ലെങ്കിൽ അനുബന്ധ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. ഇതേപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരു വർഷം 1000-ഓളം പിള്ളേർ
കുട്ടികൾ ഇസ്ലാമിക് സ്റ്റഡീസിൽ അതിൻ്റെ വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത അപ്രോച്ചുകളിലൂടെ ഇസ്ലാമിക് സ്റ്റഡീസിനെ കാണുന്ന പല ആളുകളുടെ പല കൂട്ടങ്ങൾ ഇന്ന് പല യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഇത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിൽ സുന്നികളുമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, മുജാഹിദുണ്ട്, എല്ലാത്തരം ആളുകൾ. പക്ഷേ ഇതെല്ലാം നമുക്കൊരു സന്തോഷം നൽകുന്നുണ്ട്. ഇവരൊന്നും ഒരു ജാള്യതയോട് കാണേണ്ട സംഭവമല്ല ഇസ്ലാമിക് സ്റ്റഡീസ്. മറിച്ച് ഇതിന് വലിയ വ്യാപ്തി, അക്കാഡമിക് തല വ്യാപ്തി, ഞാൻ മതപരമായിട്ടുള്ള ചർച്ചയിലല്ല പറയുന്നത്, അക്കാഡമിക് വ്യാപ്തി ഇതിനുണ്ട്. ഇതൊരു മോശപ്പെട്ട സംഗതിയല്ല എന്ന് അത്തരം ഒരു ഐഡൻറ്റിറ്റി അസേർഷനിലൂടെ ഈ വിഷയത്തെ പഠിക്കുന്ന ഒരുപാട് ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഞാൻ പഠിപ്പിക്കുന്ന ജാമിയ, പ്രത്യേകിച്ച് ഫൈസൽ അടക്കമുള്ള ആളുകൾ പഠിച്ച ജാമിയ പോലെ സർവകലാശാലകൾ, JNU പോലെ സർവകലാശാല, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഇവിടെ ഒക്കെ ഇന്ന് ഞാൻ പഠിക്കുമ്പോൾ, ഞാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് PhD ചെയ്തത്. അവിടെ അന്ന് 5 വിദ്യാർത്ഥികളെ ഉണ്ടായിരുന്നു മുസ്ലിങ്ങളായിട്ടും, മലബാർ മുസ്ലിങ്ങളായിട്ട്. ഇന്ന് അൽഹംദുലില്ലാ ഒരു 150ഓളം ആളുകൾ ഇന്നവിടെ വ്യത്യസ്ത വിഷയങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ അടുത്ത കാലത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്. ഇത് മൂന്നാം ഘട്ടമാണ്. ഒന്നാം ഘട്ടം നമ്മൾ പറഞ്ഞു കടൽ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനനിർമ്മാണം, 2 നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനനിർമ്മാണം, മൂന്നാമത് ഈ സ്ഥാപനങ്ങൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സ്ഥാപിച്ച സ്ഥാപനങ്ങളുടെ 2 or 3 അത് ഉൽപ്പാദിപ്പിച്ച 2 or 3 ജനറേഷൻ ആളുകളുടെ അവർ കൊണ്ടൊരു മാറ്റമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇപ്പോൾ ഫൈസൽ അടക്കമുള്ള തൻവീർ അടക്കമുള്ള വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. ഇവരിന്ന് നമുക്ക് അഭിമാനപൂർവ്വം പ്രസൻറ്റ് ചെയ്യാവുന്ന, നമുക്ക് പ്രദർശിപ്പിക്കാവുന്ന ഒരു ചരിത്ര നേട്ടം, അതും നമുക്ക് മതവിദ്യാഭ്യാസം അതിൻ്റെ എല്ലാ തരത്തിലുള്ള, നമ്മൾ അതിനൊരു സെക്യുലറൈസേഷൻ കൂടി ചെയ്തിട്ടുണ്ട്, സെക്യുലറൈസ് ചെയ്തിട്ട് കുറച്ചുകൂടെ, കാരണം ഒരു മതേതരവൽക്കരണത്തിലൂടെ, എന്നാൽ അതിൻ്റെ എല്ലാ മൂല്യങ്ങളും അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറി നിൽക്കാതെ നമ്മൾ അഭിമാനത്തോടെ ഞാൻ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിക്കുന്നത്, ഞാൻ പഠിപ്പിക്കുന്ന ഇസ്ലാമിക് സ്റ്റഡീസാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ PhD തീസിസ് ഇസ്ലാമിക് സ്റ്റഡീസിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമിക് ഫൈനാൻസിനെ കുറിച്ച്, ഞാൻ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് പഠിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ അഭിമാനപൂർവ്വം പറഞ്ഞു നടക്കുന്ന ഒരു സന്തോഷകരമായൊരു മുഹൂർത്തം നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. അത് വലിയൊരു മാറ്റമാണ്. എന്നാലോ കേരളത്തിൽ നിർഭാഗ്യവശാൽ ഇത്തരം സ്ഥാപനങ്ങൾ, ഇത്തരം ആളുകൾ ഉൾക്കൊള്ളാനുള്ള സ്ഥാപനങ്ങളുടെ ഒരു അപര്യാപ്തതയുണ്ട്. കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റഡീസ് ഇപ്പോഴും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെയും ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ഇത്രയധികം ആളുകൾ ഇസ്ലാമിക് സ്റ്റഡീസിൽ നിരന്തരം ചർച്ച ചെയ്യും, ഇത്തരം വിഷയങ്ങളിൽ ചർച്ച ചെയ്യും, ഡിബേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു നല്ല ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. ഞാൻ ഒരു 2 വർഷത്തിനടുത്ത കാലഘട്ടത്തിൽ, 2 വർഷത്തോളം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് എന്ന് പറയുന്നു, പ്രധാനപ്പെട്ട ഒരു അഭിമാനപൂർവ്വം അവിടുത്തെ അക്കാഡമിക് സമൂഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് സെൻറ്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസാണ്. അവിടെ ഏറ്റവും അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും പ്രയാസം ആ സ്ഥാപനത്തിലാണ്. മറിച്ച് നമ്മുടെ അവിടെയൊക്കെ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന്, ലോകത്തിൻ്റെ നാട്ടുകൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വിഷയം ഇസ്ലാമാണ്. അത് നമ്മൾ സാറിന് നാടൻ ഭാഷയിൽ പറയാറുണ്ട്, തള്ളാനാണോ കൊള്ളാനാണോ എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കൊല്ലാനാണോ വളർത്താനാണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ എന്തായാലും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ മറു ചോദ്യമുണ്ട്. കമ്മ്യൂണിസം ആയിരുന്നു 1980കളുടെയും 70കൾ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചിരുന്നത്. അത് കമ്മ്യൂണിസ്റ്റെ കൊല്ലാനായിരുന്നു. മറിച്ച് ഇസ്ലാമിക പഠനത്തിൽ അത്തരം കൊല്ലൽ സാധ്യമല്ല. കാരണം പഠിച്ച ആളുകൾ അതിൽ ആകർഷകരാകും, അവർ വളർന്നു വരികയും അതിനെ മറികടന്നുകൊണ്ട് അവർ പലപ്പോഴും, എൻ്റെ തന്നെ പല സുഹൃത്തുക്കളും ആദ്യം ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ, വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക് സ്റ്റഡീസ് പഠിച്ചു തുടങ്ങിയത്. ഇന്ന് എനിക്ക് സന്തോഷകരമായ വാർത്തകൾ പങ്കുവയ്ക്കാണ്ട് പലരും ഇന്ന് അവർ മനസ്സിലാക്കുന്നതാണ് ഇസ്ലാം എന്നുള്ളത്. അപ്പോൾ കമ്മ്യൂണിസം സംഭവിച്ച പോലെ തീർച്ചയായിട്ടും സംഭവിക്കില്ല എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുണ്ട്. ഞാനധികം നീട്ടുന്നില്ല, കാരണം ഇത്തരം അത് അവസാനത്തെ, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചു, അവസാനത്തെ പ്രസംഗനം എന്ന ദൗർഭാഗ്യം എനിക്കുണ്ടെങ്കിലും ഇത്രയും സമയം കിട്ടിയത് ഞാൻ അവസാനത്തെ പ്രസംഗനായതുകൊണ്ടെന്നൊരു സന്തോഷം ഇത് അവസാനിപ്പിക്കുമ്പോൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും.